ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് നമ്മുടെ കൃഷി തട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് വിളവൊക്കെ എടുക്കാനുണ്ട്. നമ്മൾ ഒരു കുഞ്ഞു കൃഷിത്തോട്ടമുണ്ട്, നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ തോട്ടം. അപ്പോൾ നമുക്ക് ആദ്യം ചീര കാണാം. ഇതാണ് നമ്മുടെ ചീര. കുറച്ചുണ്ട്. അതിൻ്റെ ഇടയിൽ ജമന്തി ഒക്കെ പൊടിച്ച് നിൽപ്പുണ്ട്. ഗൈസ്, ഇത് ചീനി വരയ്ക്കാണ്. നമ്മൾ ഒരു 5-6 തൈ വാങ്ങിച്ച് നട്ടതാണ്. അത് ഏകദേശം ഇപ്പോൾ ഒരു കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ, അത് നമ്മുടെ മുളകാണ് കേട്ടോ. അത് നമ്മളെ ഉടങ്കല്ലി മുളകാണ്. നല്ല എരിവുള്ള മുളകാണ്. പിന്നെ പലതരത്തിലുള്ള മുളകുണ്ട്. നല്ല ഇക്കി പച്ചമുളകുണ്ട്. നല്ല നീളമാണ് ഉണ്ട്. അതിന് നല്ല നീളമാണ്. പിന്നെ ഗൈസ്, തക്കാളി ഇപ്പോൾ ഏകദേശം പൂവൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ. അത് അടുത്ത് കായ്ക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് കാണിക്കാം. ഇത് വഴുതനയാണ്. വഴുതന കുറച്ച് ഉണ്ട്. ഒരു തൈയാണുള്ളത് ഓൾറെഡി. നമുക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട് അതിൽ. മുളകാണ്. ഭയങ്കര വലുതല്ല, എന്നാലും അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ പയ്യൻ വന്നിട്ടുണ്ട്. രാവിലെ ഉറക്കം എണീറ്റ് ഇതാ വന്നിരിക്കുകയാണ്. ഗൈസ്, പാവയ്ക്കെല്ലാം പഴുത്തു പോയി. എന്തോ ഒന്ന് കുത്തിയതാണ്. ഇപ്പോൾ നമ്മൾ കവറിട്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലൂസ് വലിയൊരു മുറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചീരയും ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വണ്ടി അല്ലു എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കൃഷിയിടത്തിലെ ഒരേ ഒരു ക്യാബേജ് തൈയാണ് ഏറ്റത്. ഗൈസ്, നമ്മൾ ചീനി അമരിക്ക കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചീനി അമരിക്ക ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ചീനി വരയ്ക്ക, മുളക്, 2 ഐറ്റം മുളക്, 3 ഐറ്റം മുളക്, ഒരു വഴുതന എടുത്തിട്ടുണ്ട്. പാവയ്ക്ക ഏകദേശമായി. നമുക്കത് കേട് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് നമ്മൾ അത് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ മെയിൻ. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം എല്ലാവരും ചെയ്യണം കേട്ടോ. ഒരു ചെറുതായിട്ടെങ്കിലും ചെയ്യണം. കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ഒരു ചെടി നട്ട് വളർത്തി അത് എന്തെങ്കിലും ഒരെണ്ണം, ഈ പാവയ്ക്കയിലായിരുന്നാലും നമുക്ക് ഒരു പാവയ്ക്ക കിട്ടിയാലും അതൊരു സന്തോഷമാണ്. അത് അത്ര ഒരു ഇതാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അല്ലാതെ കൃഷി നമ്മൾ ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ ഇതൊരു ചെയ്യുമ്പം നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. അത് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെറുതായിട്ടെങ്കിലും വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണം. ഓക്കെ, ശരി. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.